ക്രിസ്മസ് ഒരു മുസ്ലിം ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ്, എന്ന് ഒരു പറഞ്ഞാൽ സംശയമല്ല. അത് ആര് വർഗീയതയല്ല. ഒരു ആര് ഹിന്ദു എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് ക്രൈസ്തവ വർഗീയത. മതവിശ്വാസികൾ ക്രിസ്മസ് അതാണ് ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇസ്ലാം മാർക്സിസ്റ്റുകാരുടെ മതവിശ്വാസികൾക്ക് ആഘോഷിക്കപ്പെടണോ? നാടകം. വേണ്ട. ഇനി ഏറ്റവും ഞാനിത് കൂടുതൽ പറയുമ്പോഴേക്കും ഇങ്ങോട്ട് വോട്ട് ഇന്നെ കിട്ടുന്ന വർഗീയവാദിയാക്കാൻ നിൽക്കണ്ട, ആരാണോ വിഷയങ്ങൾ അവരെ പറയണം. അനുകൂലിച്ച് ഒരു ഉദാഹരണം ഞാൻ സംസാരിക്കുക. പറയാം. രണ്ട് സുഹൃത്തുക്കൾ, അതല്ലാണ്ട് ഒരാൾ വേറെ ഒരു കോൺഗ്രസ്സുകാരനും ഒരാൾ കാര്യം കമ്മ്യൂണിസ്റ്റുകാരനും അവർ എഴുതിക്കൊണ്ടു. പെട്ടെന്ന് നോക്കുന്നില്ല. മനസ്സിലാകാൻ പറയാം. കോൺഗ്രസ്സുകാരനായ ഈ മനുഷ്യൻ കമ്മ്യൂണിസ്റ്റുകാരനായ ഈ മനുഷ്യരുടെ നല്ല ബന്ധമാണ്. ഒരുമിച്ചാണ് യാത്ര, ഒരുമിച്ചാണ് കിടത്തം, ഒക്കെ ശരിയാ. പക്ഷെ ഇയാൾ യഥാർത്ഥ കോൺഗ്രസിന്റെ അനുഭാവിയാണെങ്കിൽ ഇയാൾ കമ്മ്യൂണിസ്റ്റിന്റെ യോഗത്തിൽ പോയി പങ്കെടുക്കുമോ? കമ്മ്യൂണിസ്റ്റിന്റെ സ്ഥാനാർത്ഥിനെ വിജയിപ്പിക്കാനുള്ള പണിയെടുക്കുമോ? അങ്ങനെ ഉള്ളിലൂടെയൊക്കെ പണിയെടുത്താൽ അതിനെന്താ നമ്മുടെ നാട് വിളിക്കല്? അപ്പൊ അവിടുത്തെ നേതാക്കൾ കൃത്യമായിട്ട് പറയും, നിങ്ങൾ അതിന് പണിയെടുക്കാൻ പാടില്ല, നിങ്ങൾ പാർട്ടിയിൽ മാത്രം ഉറച്ചു നിൽക്കണം, മറ്റേ പാർട്ടിനെ സഹായിക്കാൻ പാടില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയുടെ നിലപാട്. മതപണ്ഡിതന്മാർ പറയാണ്, നിങ്ങൾ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെ അനുസരിച്ച് നിൽക്കണം, ക്രിസ്മസ് ആഘോഷിക്കപ്പെടേണ്ടത് പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വർഗീയത. എവിടുത്തെ ന്യായത്? ആര്? രാഷ്ട്രീയക്കാര് പറയുമ്പോൾ ക്രൈസ്തവ മതവിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിക്കപ്പെടേണ്ടതാകും. ഇസ്ലാം മതവിശ്വാസികൾ കമ്മ്യൂണിസ്റ്റുകളുടെ മീറ്റിംഗിൽ പോയി വിഷയങ്ങളുടെ മീറ്റിംഗ് പങ്കെടുക്കുക, ഇലക്ഷൻ കാര്യങ്ങൾ വോട്ട് പിടിക്കാൻ ഇതിലല്ല. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകളുടെ ഈ മനുഷ്യൻ ഒരു ഈ മനുഷ്യരുടെ നല്ല ബന്ധം, അവരുടെ സ്ഥാനാർത്ഥി അതിന്റെ മുകളിൽ ശരിയാ അവർക്ക് ചെയ്യാനുള്ള അനുഭവിയാണെങ്കിൽ നമ്മൾ കമ്മ്യൂണിസ്റ്റിന്റെ യോഗത്തിൽ പോയി അങ്ങനെ പ്രോപ്പർട്ടി തകർക്കാൻ ഉള്ളിലൂടെ